ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കമ്പനി, പിന്നെ അതുപോലെ തന്നെ ഓഫീസ്, വെയർ ഹൗസ്, ഫാക്ടറി, എവിടെയായിരുന്നാലും ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാവും അല്ലേ? അവിടെ എല്ലാം ഫയർ എക്സ്റ്റിംഗ്വിഷറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഇതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? റെഗുലറായിട്ടുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് വളരെ സിമ്പിളായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടണോട് മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോഴെന്തായാലും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകും. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് ക്ലിയർ വിസിബിലിറ്റി. ആദ്യമായിട്ട് നമ്മൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ എല്ലാവർക്കും എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന സ്ഥലത്താണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം അല്ലേ? അതായത് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ബോക്സ്, മെറ്റീരിയൽ, മെഷീന് അങ്ങനെയുള്ള തുടങ്ങിയ സാധനങ്ങളൊന്നും വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ മുമ്പിൽ വലിയ കാർഡ്ബോർഡ് പെട്ടി, അല്ലെങ്കിൽ മേശയോ കസേരയോ മെഷീൻസോ അല്ലെങ്കിൽ വലിയ ബിന്നുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്നതാണ് അല്ലേ? നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലായിരിക്കും കൊണ്ടുപോയി സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നത് അല്ലേ? അപ്പോൾ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഉടനെ എടുത്ത് നമുക്ക് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനാൽ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ എപ്പോഴും എന്ത് ചെയ്യണം? ക്ലിയർ വിസിബിലിറ്റിയിൽ ആയിരിക്കണം. മനസ്സിലായില്ലേ? അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ പോയിന്റാണ് ചെക്ക് പിൻ ആൻഡ് സീൽ. അതായത് എപ്പോഴും ഈ സേഫ്റ്റി പിന്നുണ്ടല്ലോ, അതായത് ഈ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ഹാൻഡിലിൻ്റെ ആ ഏരിയയിലുള്ള സേഫ്റ്റി പിന്നും സീലും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനിയിപ്പോൾ പിന്ന് ശരിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടോ, അതില്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ സീലും കാര്യങ്ങളൊക്കെ ബ്രോക്കൺ ആണോ? ഈ സീല് നിങ്ങൾക്കറിയാം, ഈ സീലും കാര്യങ്ങളൊക്കെ കട്ടായിട്ടുണ്ടെങ്കിൽ എക്സ്റ്റിംഗ്വിഷർ ഇതിന് മുമ്പ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നില്ലെങ്കിൽ ആക്സിഡൻ്റലി അതെന്ത് ചെയ്യും? ഡിസ്ചാർജ് ആയി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നും സീലും സേഫ് കണ്ടീഷനിൽ ആണോ എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, ചെക്ക് പ്രഷർ ഗേജ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഫ്രണ്ടിലുള്ള ആ പ്രഷർ ഗേജിൽ കാണിച്ചിരിക്കുന്ന ആ നീഡിലുണ്ടല്ലോ, ആ നീഡിൽ ഗ്രീൻ ഏരിയയിലാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ഗ്രീൻ ഏരിയയിലാണെങ്കിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ റെഡി കണ്ടീഷനിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം, അത് വളരെ സേഫ് ആയിരിക്കും. പക്ഷേ ആ നീഡിൽ റെഡ് ഏരിയയിലാണെങ്കിൽ എന്താണ് അതിന് അർത്ഥം എന്നറിയോ? അതായത് അതിന് എന്തോ ഒരു പ്രഷർ പ്രോബ്ലം ഉണ്ട് എന്നാണ് അതിനർത്ഥം. അത് ഒരു കാരണവശാലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ സർവീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത നാലാമത്തെ പോയിന്റാണ് ചെക്ക് ഫോർ ഡാമേജ്. അതായത് ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ബോഡി, അതായത് നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതായത് റസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ലീക്കേജ്, ക്രാക്ക് എന്നിവയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഈ ചില ഫയർ എക്സ്റ്റിംഗ്വിഷറൊക്കെ എമർജൻസി, ഈ ഡാമേജ് ആയിട്ടുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ എമർജൻസി സമയത്ത് നേരെ വർക്കൊന്നും ചെയ്യണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പം എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒക്കെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ അതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത അഞ്ചാമത്തെ പോയിന്റാണ് ചെക്ക് ഹോസ് ആൻഡ് നോസിൽ. അതായത് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ഹോസും അതിൻ്റെ നോസിലും നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതായത് ഈ ഹോസ്, ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ഹോസും കാര്യങ്ങളൊക്കെ കട്ടായി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നോസിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. നിങ്ങൾക്കറിയാം, ഈ ഡസ്റ്റ് അല്ലെങ്കിൽ ഈ ഡർട്ട് കാരണം ഈ നോസിലൊക്കെ അടയാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അതിലെ കണ്ടന്റ് കറക്റ്റായിട്ട് വെളിയിലോട്ട് വരത്തൊന്നുമില്ല, ഇതിൻ്റെ ബ്ലോക്ക് കാരണം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഹോസും നോസിലും ക്ലീനായും ഗുഡ് കണ്ടീഷനിലും എപ്പോഴും ആയിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് ആറാമത്തെ പോയിന്റ്, ചെക്ക് ഇൻസ്പെക്ഷൻ ടാഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഇൻസ്പെക്ഷൻ ടാഗും കാര്യങ്ങളൊക്കെ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അത് ആ ടാഗിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ലാസ്റ്റ് ഇൻസ്പെക്ഷൻ ഡേറ്റ് എന്നാന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഡ്യൂ ഡേറ്റ് എന്നാന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും.
അപ്പോൾ ടാഗില്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തിയോ ഇല്ലയോ എന്ന് ഒന്നും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കറക്റ്റായിട്ട് ഉണ്ടോ, എല്ലാ ഫയർ എക്സ്റ്റിങ്വിഷേഴ്സിനും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതാണ് 6ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ാമത്തെ പോയിന്റ് ചെക്ക് അപ്രോപ്രിയേറ്റ്നെസ്. അതായത് ഫയർ എക്സ്റ്റിങ്വിഷർ കറക്റ്റ് ഫയർ ക്ലാസ്സിന് അനുയോജ്യമാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക്കൽ ഫയറിന് CO2 ടൈപ്പ് ഫയർ എക്സ്റ്റിങ്വിഷറാണ് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റോങ് ആയിട്ടുള്ള ഫയർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപകടം കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഹസാർഡിനനുസരിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഫയർ എക്സ്റ്റിങ്വിഷർ സെലക്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് 7ാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് 8ാമത്തെ പോയിന്റ് ചെക്ക് ആക്സസ് ആണ്. അതായത് നമ്മൾ ഈ ഓരോ ഏരിയയിലും കൊണ്ടുപോയിട്ട് പ്രോപ്പറായിട്ടുള്ള ഫയർ എക്സ്റ്റിങ്വിഷറും കാര്യങ്ങളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മുമ്പിലൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ബ്ലോക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു എമർജൻസി സമയത്ത് നമുക്ക് അതിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോഴെന്ത് ചെയ്യണം, ഈ എക്സ്റ്റിങ്വിഷറിലേക്കുള്ള ആക്സസ് ക്ലിയർ ആണോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കണം. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ ഈ മെറ്റീരിയൽസ് ബോക്സ് പിന്നെ അതുപോലെ പാലറ്റ് ഇതൊന്നും കൊണ്ടുവന്നിട്ട് അതിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആക്കി വെക്കരുത്. അതായത് എമർജൻസി സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഓരോ സെക്കൻഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഫയർ എക്സ്റ്റിങ്വിഷർ ആക്സസ് എപ്പോഴും ഫ്രീ ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? അതാണ് 8ാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, ഫയർ എക്സ്റ്റിങ്വിഷറിൻ്റെ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് അത് സർവീസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ റെഗുലർ ഇൻസ്പെക്ഷനും കൊണ്ട് നമ്മുടെ ജീവനും പ്രോപ്പർട്ടിയും രക്ഷിക്കാൻ സഹായിക്കുന്നതാണ്, മനസ്സിലായത്? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നിയാൽ നമ്മുടെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ താങ്ക് യു, സ്റ്റേ സേഫ്.